Who are you? What do you want? രാമേന്ദ്രൻ നായർക്ക് എന്നെ മനസ്സിലായില്ലേ? അയ്യോ, പ്രൊഫസർ ഉദയവർമ്മ തമ്പുരാനല്ലേ? വരൂ 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 വരൂ. ഉദയനെ ഞാൻ അവസാനമായി കണ്ടിട്ട് എത്ര വർഷമായി എന്ന് ഓർമ്മയുണ്ടോ? ഏറെയായി. ഏറെ എന്ന് വെച്ചാൽ 34 ബ്രിട്ടീഷ് വർഷമായി. ഇരിക്കൂ. കാപ്പി ഉണ്ടാക്കാനും സൽക്കരിക്കാനും ഒന്നും ഇപ്പൊ ഇവിടെ ആരുമില്ല. അവള് പോയില്ലേ, ഞാൻ ഒറ്റയ്ക്കായി. ഭാര്യ മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? 20 years. വലിയ ഷോക്കായി പോയില്ലേ എനിക്ക്. ഡെഡ് ബോഡി എടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല അത്രേ. അവൾ ഉറങ്ങില്ലേ, എന്തിനാ ഉണർത്തണേ? 3 ദിവസം ഞാൻ അവളുടെ കൂടെ കിടന്നുറങ്ങി. ഒടുവിൽ ബലാത്കാരമായി എന്നെ ഇഞ്ചക്ട് ചെയ്ത് കിടത്തി ഉറക്കിയതിന് ശേഷമാണ് അവളെ ദഹിപ്പിച്ചത്. അന്ന് തുടങ്ങിയതാ എന്റെ ഈ മെന്റൽ ഡിസീസ്. രാത്രി ഉറക്കമേ ഇല്ല. രാത്രി ആരോ ഒക്കെ എന്നെ പിടിച്ച് കെട്ടാൻ പോണ മാതിരിയൊക്കെ തോന്നും. ആ സമയത്ത് ഞാൻ ഇതിങ്ങോട്ട് എടുക്കും. ഫുൾ ഓടണ്ട. ഇതൊക്കെ ആണെങ്കിലും അല്പനേരം ഒന്ന് സംസാരിച്ചാൽ എന്റെ അസുഖങ്ങളൊക്കെ മാറും. ഇപ്പൊ തന്നെ എന്റെ സംസാര രീതിയിൽ ഒരു മാറ്റം തോന്നുന്നില്ലേ? മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. Who are you? ഇവൻ എന്റെ മകനാ, രാധു. അതിന് ഉദയം കല്യാണം കഴിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ? ഇല്ല, കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം വല്ലാത്തൊരു ഏകാന്തത. അങ്ങനെ ഇവനെ ദത്തെടുക്കുന്നത്. അന്ന് ഇവന് 5 വയസ്സ്. ഇപ്പോ എന്റെ എല്ലാം ഇവൻ തന്നെ. ഇവനിപ്പോ എന്ത് ചെയ്യുന്നു? ഇവനെ ഞാനിപ്പോ ഇവിടെ ബിസിനസ് മാനേജ്മെന്റിനും കമ്പ്യൂട്ടർ കോഴ്സിനും ഒക്കെ ചേർത്തു. ഹോട്ടലിലോ ഹോസ്റ്റലിലോ നിർത്താൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അപ്പോഴാ ഓർത്തത്, രാമേന്ദ്രൻ ഇവിടെ ഉണ്ടല്ലോ, ഒറ്റയ്ക്കാണല്ലോ താമസം, ഇവനെ കൂടെ ഒന്ന് കൂട്ടിക്കൊള്ളാമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാനിവിടെ ഒരു കൂട്ടുകാരന്റെ കൂടെ. ഉദയനും ഞാനും 5 കൊല്ലം ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരാ. ഉദയന്റെ മോൻ എന്റെയും മോനാ. നീ ഇവിടെ താമസിക്കും, ഇവിടെ തന്നെ താമസിക്കും. അപ്പോ നാളെ തന്നെ പെട്ടി മറ്റുമായിട്ട് അവനെ ഇങ്ങോട്ട് അയച്ചോട്ടെ. പിന്നെന്താ? വാരാതു, സമയം കളയണ്ട, പോകാം. ശരി, വരട്ടെ. ആ, അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി, ഗുഡ് ബോയ്. അച്ഛാ, അങ്ങേര് തന്നെ പറയുന്നു അങ്ങേർക്ക് വട്ടാണെന്ന്. പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക്? അതിനെന്താ, അസുഖമുള്ളവരെ അകറ്റുകയല്ല, അടുപ്പിക്കുകയാണ് വേണ്ടത്. സ്വയം അറിയുന്നവനാണ് ഉത്തമ മനുഷ്യൻ. രാമേന്ദ്രൻ അവനെ കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കുന്നു. നിന്നെ സുരക്ഷിതമായ കൈകളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് എന്റെ ആശ്വാസം. വാ. ഹലോ, നിങ്ങളെന്താ ഇവിടെ? ചോദിച്ച കേട്ടില്ലേ? അത് പിന്നെ ഞാൻ ഈ വണ്ടിയുടെ ഡ്രൈവറാ. തന്നോടല്ലോട് ചോദിച്ചാ. അയാൾക്ക് എന്നെ കാണാനും കേൾക്കാനും ഒന്നും പറ്റില്ല. നീ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചാലേ അയാൾ വിചാരിക്കും നിനക്ക് വട്ടാണെന്ന്. വാടകയ്ക്ക് ബെൻസ്, പുതിയ ഡ്രസ്, കുടിക്കാൻ മിരണ്ട. എന്റെ പൈസക്ക് നീ മാത്രം സൂചിച്ചാ മതി. ഒരു രസം. ഇനി എന്നെ എല്ലാരും ഒന്ന് കാണട്ടെ. ഓക്യുപ്പൻസ് എത്ര പേരാണ്? ഒരാൾ, മറഡോണ. അപ്പോ ഇദ്ദേഹം? 2 പേർ. ഞാൻ പിന്നെ ഇവിടെ കിടക്കൂടാ. യുവർ ഗുഡ് നെയിം സർ? ഏഞ്ചൽ. ഏഞ്ചൽ ജോൺ. ഏഞ്ചൽ ജോൺ. ഏഞ്ചൽ എന്നുള്ള ഞങ്ങളുടെ ഫാമിലി നെയിമാണ്. വാട്ട്സ് യുവർ നെയിം? എഡ്വിൻ. സ്വീറ്റ് നെയിം. പേര് പോലെ തന്നെ സുന്ദരിയുമാണ്. താങ്ക് യു. യുവർ നെയിം? നികിത. നിങ്ങളും സുന്ദരിയാണ്. പ്ലീസ് കം സർ. ആ മതി മതി, പോവാം. ശരി. ഇനിയിപ്പോ ആരെ കാണിക്കാൻ? അല്ല, മനസ്സിലാവാഞ്ഞത് ചോദിക്കാം. നിങ്ങൾ എപ്പോഴൊക്കെയാ കാണാൻ പറ്റുന്നത്? രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ എന്നെ കാണാൻ പറ്റും. അതെന്റെ ഡ്യൂട്ടി ടൈം. നിങ്ങൾ തമ്മിൽ പരിചയക്കാരാ? അനാവശ്യം പറയരുത്. ചോദിച്ചിട്ടല്ലേ പറഞ്ഞത്? താനൊന്നും മിണ്ടാതിരിടോ. ഓ, ഒരു മസിൽ പിടുത്തക്കാരൻ. അതെ, എന്നെ ആരൊക്കെ എപ്പോഴൊക്കെ എന്തിനൊക്കെ കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. പുരിഞ്ചതാ? വാ. കുളിച്ചിട്ട് വന്ന് കഴിക്കാം. ഏഞ്ചലിനെ ഇതാരാ വിളിക്കുന്നേ? ഹലോ. യെസ്. എങ്ങനെ
നമ്പർ ശരിയാണോ എന്ന് അറിയാൻ വിളിച്ചതാണെന്നോ? ആ, ശരിയായ നമ്പർ തന്നെ. ഓക്കെ, എന്നെ പിന്നെ വിളിക്കൂ. ഐ വിൽ കോൾ യു ലേറ്റർ. ഇവിടെ ആവശ്യമില്ലാത്ത ചില അവന്മാരിയിരിക്കുന്നു. ഓക്കെ. ഏഞ്ചൽ, ആരാ വിളിച്ചത്? എഡ്വിൻ, റിസപ്ഷനിസ്റ്റ്. ഇത്ര പെട്ടെന്ന് അതിനെ വിളിച്ചോ? ഇതപ്പോ നമ്പർ കൊടുത്തു. ഏഞ്ചൽ, ഏഞ്ചൽ, അത് പിന്നെ ഇന്ന് രാത്രി ഈ 12 മണി കഴിഞ്ഞാൽ അടുത്ത ദിവസമല്ലേ? അതെ. നാളത്തെ വരം ഞാൻ അഡ്വാൻസ് ആയിട്ട് ചോദിച്ചോട്ടെ? എനിക്ക് മുമൈദ് ഖാനെ ഒന്ന് കൊണ്ടുതരുവോ? എടാ, ഇന്ത്യയിലുള്ള ഒരു മാലാഹമാരെ ഇതുവരെ മാമാപ്പട ചെയ്തിട്ടില്ല. സോറി സോറി. ഫുഡ് അത്ര പോരാ, ജ്യൂസ് തരക്കേടില്ല. ഹലോ, റെസ്റ്റോറന്റ്. സോറി സർ, റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്തു. കോഫി ഷോപ്പ് ഉണ്ട്. അവിടെ എന്തുണ്ട്? കോഫിയും ബിസ്ക്കറ്റും ഉണ്ട് സർ. 10 കോഫി, 10 പാക്കറ്റ് ബിസ്ക്കറ്റ്. എനിക്കൂടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്. ഒന്ന് മതി. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്. പോയി വിളിച്ചോണ്ട് പോടാ. ആരെ? നിന്റെ വീട് വന്നിരിക്കുന്നത് പറ. ആരാടാ അവിടെ? കൊട്ടാരം വീടെന്നാ പറഞ്ഞത്. ആര്? ഈ കൊടക്കമ്പിയ? മുതലാളി, അല്ല, ഇതാര് കൊട്ടാരം വീടരാ? എടാ, നമ്മുടെ തമ്പ്രാൻ വന്നിരിക്കണ്. തലയെക്കെട്ടഴിച്ച് അരയെക്കെട്ടാ. യോ, എന്റെ ദൈവേ, തമ്പ്രാൻ അകത്തോട്ട് കേറിയിരിക്ക്. കണ്ട ആപ്പയുടെ ഊപ്പയുടെ ഒക്കെ വീട്ടിൽ കയറിയിരിക്കാൻ വന്നവനല്ല ഞാൻ. പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയതിന്റെ ഉദ്ദേശം? നാട്ടിലെ പ്രമാണിയായി പോയില്ലേ, ചട്ടമ്പിമാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. എന്താണ് തല്ലാൻ വല്ല ഉദ്ദേശം ഉണ്ടാ? ഉണ്ടിയേട്ടാ, അതിനല്ലേ കൂടിയൊരു വടി. മുതലാളി, ഇവരോട് സംസാരിച്ചു നിൽക്കാൻ മുതലാളിക്ക് ലഗ്നയില്ലേ? വന്ന കാര്യം പറഞ്ഞേച്ചും പോവാൻ നോക്കാം. എടാ, എന്റെ തറവാടാ കൊട്ടാരം വീട്. അത് നിങ്ങൾ ലേലത്തിൽ പിടിക്കുമെന്ന് പല സ്ഥലത്തും വാതുവെച്ചെന്ന് കേട്ടു. എന്നാൽ അത് നേരിട്ട് തന്നെ അറിയാമെന്ന് കരുതി വന്നതാ. എന്നാ നേരിട്ട് തന്നെ പറയാം. താൻ കേട്ടത് നേരാ. കൊട്ടാരം വീട് ഞങ്ങൾ തന്നെ ലേലത്തിൽ ഒലത്തും കൊട്ടാരം വീടിന്റെ മുറ്റത്ത് കാല് കുത്താനുള്ള യോഗ്യത നിങ്ങൾ കൊണ്ടോടാ എംപോക്കികളെ. നിന്നൊക്കെ യോഗ്യത കൊണ്ടാ? എടാ, നിന്റെ യോഗ്യത കൊണ്ടാണല്ലോ സ്വന്തം തറവാട് കരക്കാരൻ ലേലം വിളിക്കണത്. പ്രഭാടിമാരാകുമ്പോ പല കേസും ലേലവും ഒക്കെ നടന്നിരിക്കും. പക്ഷെ അതിനിടെ കയറി കളിക്കാൻ വന്നാൽ അത് നിന്റെയൊക്കെ അവസ്ഥാനത്ത് കളിയായിരിക്കും. കളിക്കണത് നീയല്ലടാ. അനിയൻ ബാവേനെയും ചേട്ടൻ ബാവേനെയും പഴയ പോലെ തൂമ്പായി എടുപ്പിക്കുമെന്ന് ചെണ്ടയും കൊട്ടി നടക്കണത് നീയല്ലേ? ഞങ്ങളെ പൂട്ടിക്കാരല്ലേ? ഞങ്ങളുടെ പണിസ്ഥലത്ത് മുഴുവൻ നീ സമരം ഉണ്ടാക്കിക്കണത്. അതിന്റെ എല്ലാത്തിന്റെയും മറുപടിയാണെന്ന് കൂട്ടിക്കോടാ. എടാ, നിന്റെ തറവാട്ടി ഞങ്ങൾ കയറി കിടക്കുവാടാ. എന്നാൽ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകും. അതെന്നായാലും ഒഴുകണം. എന്നാ പിന്നെ അത് കൊട്ടാരം വീടിന്റെ മുറ്റത്ത് തന്നെ ആയിക്കോട്ടടാ. അത് നമുക്ക് കാണാറാ. കാണാറാ? നോക്കിരിക്കാൻ പോയി വണ്ടിക്കാറാ. നമ്മളോടാ കളി. ഇങ്ങനെ പശു കാടി കുടിക്കുന്ന പോലെ കുടിച്ചോണ്ടിരുന്നാ മതിയോ? ഞാൻ ടൗണിൽ പോയി 5-10 നല്ല തല്ലുകാരെയും കൂട്ടിക്കൊണ്ട് വരട്ടെ? അതുകൊണ്ടൊന്നും കാര്യമില്ലടാ. ചേട്ടൻ പാവയും അനിയൻ പാവയും ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ ബുദ്ധിയും ഇല്ല. എന്തോ കൊട്ടാരം വീടിന് ബുദ്ധിയില്ല എന്ന് എല്ലാരും പറയും. എന്നാൽ എന്റെ ബുദ്ധി എന്താണെന്ന് അവസരം വരുമ്പോ ഞാൻ എല്ലാത്തിനെയും കാണിച്ചുതരാം. ഭഗവാനെ, ഗുരുവായൂരപ്പാ. കുഞ്ഞിക്കണ്ണ, പുതിയതായിട്ട് ആരാ മേലെ താമസിക്കാൻ വന്നിരിക്കുന്നത്? കുട്ടികൾ പറഞ്ഞല്ലോ. അല്ല, ഇവിടെ ഇരുമ്പുകൊണ്ടുള്ള സാധനങ്ങളൊക്കെ എവിടെയാ വെച്ചിരിക്കണേ? കത്തി, കൊടുവാള്, കട്ടപ്പാരൊക്കെ എന്തേ?
അല്ലൊക്കെ വളരെ ഭദ്രമായിട്ട് അളമാറിലോ മറ്റോ വെച്ച് പൂട്ടണം. ഒന്നും മുറ്റത്തും പുറത്തും കണ്ടുപോകരുത്. തന്നെയല്ല കുട്ടികൾ ഇനി മേലോട്ട് വിടണ്ട. താൻ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറയുന്ന അനുസരിക്കാനല്ലേ, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. തെളിയിച്ചു പറയടോ. തെളിച്ചു വരാൻ വിരോധം ഉണ്ടായിട്ടല്ല, ഞെട്ടരുത്. ഞാൻ എന്തിനാ ഞെട്ടണത്? താൻ പറയടോ. വക്കീലിന്റെ കൂടെ താമസിക്കാൻ വന്നോനെ ചില്ലറക്കാരനല്ല, ജയിലിൽ നിന്ന് ലീവ് എടുത്ത് വന്നോനാ, കൊലപ്പുള്ളി. എന്റെ അമ്മേ. എന്താ മുത്തശ്ശി, കൊലപ്പുള്ളി എന്ന് പറഞ്ഞാൽ കയ്യിൽ തോക്കുണ്ടാവോ? കൈ തോക്കും കാണും, കടാരും കാണും, പക്ഷെ ഒന്നും പുറത്തെടുക്കൂല്ലോ. ഇപ്പൊ ഇറങ്ങണ എല്ലാവരും ഇപ്പൊ ഇറങ്ങണെന്ന് ഞാൻ എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കാം. വിളിക്കണോ തന്റെ വക്കീലിനെ? പപ്പനാഭൻ ദുബായി കിടന്നുണ്ടാക്കിയ കാശ് കൊണ്ട് കെട്ടി വീടാ ഇത്. കണ്ട കൊലപ്പുള്ളികൾക്ക് വാടകയ്ക്ക് കൊടുക്കാനുള്ളതല്ല. അല്ലാന്ന് എനിക്കറിഞ്ഞൂടെ? ആ കൊലപാതകയെ ചവിട്ടി പുറത്താക്കടോ. ഒന്ന് പതുക്കെ പറ. എനിക്കൊരുത്തിരി പേടിയില്ലടോ. ഇറങ്ങി വരാൻ പറ. എന്നാ മുത്തച്ഛൻ എന്ന് പറ. ആഹാ. എടോ വക്കീലേ, വക്കീലേ, ഇറങ്ങി വാടക വിട്. കണ്ട കള്ളനെയും കൊലപാതകിനെ എന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ സ്വഭാവം നിനക്കറിയില്ല. ആ വക്കീല് കുളിക്കുക. ഇവിടെ ഒരു ബഹളം. ബഹളോ? ആ എന്ത് ബഹളം? മുത്തശ്ശി ബഹളം വെച്ചതിനെ പറ്റിയാ? ഞാനാ? ആ കുഞ്ഞിക്കണ്ണൻ പറയായിരുന്നേ, മേലെ വന്നിരിക്കുന്ന ആള് കുറച്ച് പെശ കാണുന്നു. മുത്തശ്ശി താൻ പറഞ്ഞൂടോ. അപ്പൊ ഞാൻ പറഞ്ഞേ, മനുഷ്യരിൽ നല്ലതും ചീത്തയില്ലാന്ന്. മോനെ കണ്ട എന്റെ പപ്പനാവിന്റെ അതേ ചായ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കണട്ടാ, മറക്കല്ലേ. തള്ളേ, കാല് വാരരുത്. എന്നെ കൊലക്ക് കൊടുക്കാനല്ലേ നിങ്ങളെ പരിപാടി? കുഞ്ഞിക്കണ്ണ, വിശ്വാസം തന്നെ ചെയ്യരുതേ. അയാൾ നമ്മളെ കൊല്ലോ മുത്തശ്ശി? അറം പറ്റുന്ന വർത്താനം പറയാണ്ട് കേറി പൊടിയാത്ത് പൊടി. കുഞ്ഞിക്കണ്ണ പൊട്ടിച്ചോ? ഇല്ല, അത് സ്റ്റീലാ. നരേന്ദ്ര സാറിനോട് വന്ന് കിടന്നോളാൻ പറ. അതിപ്പം സമയാവുമ്പോ മൂപ്പര് വന്ന് കിടന്നോളൂലേ? ചെന്ന് വിളിക്കണോ? വക്കീലൂടി വരാച്ചാ നമുക്ക് രണ്ടാൾക്കും ഒന്നിച്ചെന്ന് വിളിക്കായിരുന്നു. ഞാൻ മാത്രം മതിയോ? അയലോക്കത്ത് 5-6 ആളെ കൂടി വിളിച്ച. അകത്ത് വന്ന് കിടന്നോളാൻ പറഞ്ഞു. ഞാനല്ല, മൂപ്പരാ പറഞ്ഞേ. കുറച്ച് കഴിയട്ടെ. മതി മതി മതി. അവനത് ചെയ്യും. അവന്റെ എല്ലാ നോവലിലും ഉണ്ടല്ലോ 1-2 റേപ്പ്. ഈ എഴുത്തുകാരന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണല്ലോ അവന്റെ രചനയിലൂടെ പുറത്തു വരുന്നത്. സാറൊന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? ഒരു തഹസിൽദാരെ വീട്ടിൽ കയറി റേപ്പ് ചെയ്യാനുള്ള ധൈര്യമൊന്നും കോട്ടപ്പുറത്തിനില്ല. അതില്ലാത്തതുകൊണ്ടാണല്ലോ മറ്റൊരുത്തിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ മേല. പിന്നെ എന്ത് പാടോ? പത്രങ്ങളിൽ മുഴുവൻ വെണ്ടക്കയിൽ വാർത്ത കൊടുത്തിരിക്കുന്നത്. അതിന് പത്രം എന്റെ മുഖത്തോട്ടെറിയുന്ന എന്തിന്? സാറ് വാരികയുടെ ഉടമസ്ഥനും ഞാൻ അതിന്റെ എഡിറ്ററുമാണ്. അല്ലാതെ സാറ് ജന്മിയും ഞാൻ കുടിയാനൊന്നുമല്ല. അത് ഓർമ്മ വേണം. എന്റെ വിഷമം താൻ മനസ്സിലാക്കാത്ത എന്താ? ഈ കിഴങ്ങന്റെ നോവല് വരാൻ തുടങ്ങിയ പിന്നെ നമ്മുടെ വാരികയൊന്ന് പച്ച പിടിക്കാൻ തുടങ്ങിയത്. ഇവൻ വല്ല കേസിലും പെട്ട അകത്തായ സാഗർ കോട്ടപ്പത്തൻ നോവൽ ഇതാ വരുന്നു പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ട് ആഴ്ച 3 ആയി. ജയിലിനകത്തിരുന്നു എഴുതാലോ. താൻ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഇത് കേസ് റേപ്പാ. പോലീസുകാർ കയ്യും കാലും തല്ലി ഒടിച്ചാ പിന്നെ ശരീരത്തിന്റെ ഏത് ഭാഗം വെച്ചാ എഴുതുന്നേ? പല്ലു വെച്ചോ, അതോ മൂക്ക് വെച്ചോ, അതോ മറ്റേതെങ്കിലും വെച്ചോ? വണ്ടി നിർത്തളൂ. സർ, മഞ്ചാടി വരികയുടെ മുതലാളി എഡിറ്റർ വന്നിട്ടുണ്ട്. ഓഹോ, വരാൻ പറയൂ. യെസ് സർ. ഭരണകക്ഷിക്ക് പാദസേവ ചെയ്യാനൊന്നുമല്ലോ ഞാൻ പത്രം നടത്തണേ. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്നാ. ലോക്കപ്പിലൊന്നും അല്ലടോ. സാർ ഇരിക്കണം. ഞാൻ മഞ്ചാടിയുടെ ഒരു സ്ഥിരം വായനക്കാരനാ. ആണോ? ഞാൻ മാമച്ച മുതലാളി. ഇതെന്താണ് സാർ സംഭവിച്ചത്? സാഗർ കോട്ടപ്പുറം ലോക്കപ്പിലാണോ? ആളിനെ ഇപ്പോ സർക്കിൾ ഓഫീസിലേക്ക് കൊണ്ടുപോയിരിക്കാം. എന്തിനെ? ഇന്ററോഗേഷൻ. എന്താ പറഞ്ഞേ? ചോദ്യം ചെയ്യൽ. നമുക്ക് അയാളെ എത്രയും പെട്ടെന്ന് ജാമ്യത്തിനെടുക്കണല്ലോ. ഇനി കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടൂ. സാറിന് കാപ്പിയോ ചായയോ അത് തണുത്ത വലുതും? സദ്യ ഉണ്ണാൻ ഞാൻ വേറൊരു ദിവസം വരാം. ഇപ്പൊ എന്തെങ്കിലും അടിയന്തരമായി ചെയ്തേ പറ്റൂ. എന്റെ മഞ്ചാടി 3 ലക്ഷത്തിൽ നിന്ന് ഒറ്റയടിക്ക് 6 ലക്ഷമാക്കിയതിൽ കോട്ടപ്പുറത്തിന്റെ പങ്ക് ചില്ലറയൊന്നും അല്ല. സാർ, ഈ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന തഹസീൽദാരുടെ നാവിൻതുമ്പത്ത കോട്ടപ്പുറത്തിന്റെ ഭാവി. പെണ്ണുങ്ങൾക്കാണല്ലോ ഇപ്പൊ നിയമത്തിന്റെ എല്ലാ സംരക്ഷണവും. കോട്ടപ്പുറം സാറും തഹസീൽദാരും തമ്മിൽ നേരത്തെ ഒരു വടംവലി ഉണ്ടായിരുന്നു. അതിന്റെ പ്രതികാരമാവാനും മതി. എന്തായാലും സാർ ഈ തഹസീൽദാരെ ഒന്ന് കണ്ട് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് ശ്രമിക്കുന്നത് ആ ബുദ്ധി. എന്റെ അനുവാദം ഇല്ലാതെ എന്റെ വീട്ടിൽ കയറിയവനൊക്കെ അതിന്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തഹസിൽദാർ, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഉടൻ വരുന്നു. സാഗർ കോട്ടപ്പുറത്തിന്റെ പുതിയ നോവൽ എന്ന് പരസ്യം ചെയ്തിട്ട് ആഴ്ച 3 കഴിഞ്ഞു. ഞാൻ മാപ്പ് പറയാം, കാല് പിടിക്കാം. കോട്ടപ്പുറത്തിന്റെ പേരിലുള്ള കേസ് പിൻവലിക്കണം. ദയവ് ചെയ്ത് അയാളെ കഥ എഴുതാൻ അനുവദിക്കൂ. ഇനി ഒരിക്കലും അയാൾ കഥ എഴുതരുത്. മലയാള സാഹിത്യത്തിൽ മഞ്ചാടി എന്ന വാരികയ്ക്കും
സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റിനും ചവറ്റുകൊട്ടയിലാണ് സ്ഥാനം. 6 ലക്ഷമാണ് ഞങ്ങളുടെ സർക്കുലേഷൻ. അതിൽ കൂടുതൽ സർക്കുലേഷനുള്ള ചവറുകൾ വേറെയുണ്ട്. യഥാർത്ഥത്തിൽ കോട്ടപ്പുറം നിങ്ങൾ റേപ്പ് ചെയ്തോ? Get out. I said get out. ഇവളെ ഒരു തവണയല്ല പലതവണ റേപ്പ് ചെയ്യണം. ഒരു 10-50 കൊടുക്കാന്ന് പറ. എന്തിന് റേപ്പ് ചെയ്യാനാ? അതിനല്ല കേസി നൂരാൻ. എടോ അക്കാര്യത്തിലേക്ക് കടക്കാൻ അവൾ അതിന് നിന്ന് തരണ്ടേ? പണം കൊടുക്കാൻ ആദ്യമേ പറയേണ്ടതായിരുന്നു. സാർ ഒന്നുകൂടി ഒന്ന് ശ്രമിക്കും. വേണ്ട. വേണം. വേണ വേണം. പവർ കട്ട് സമയത്ത് വരാം. സർ, ഇതെന്തൊരു പുലിവാല. പാരീസിൽ നിന്ന് ലണ്ടനിൽ നിന്ന് നമ്മുടെ ബയേഴ്സ് ഫോൺ വിളിക്കുമ്പോ MD എന്തൊക്കെയോ പിച്ചും പേയി പറയുകയാണ്. ഇതെന്താ സംസാരിക്കുന്നറിയാൻ ഞാൻ ക്യാബിനിൽ ചെന്നപ്പോ എന്നെയും അയാൾ തെറി വിളിച്ച് പുറത്താക്കി. എടോ, ഞാൻ അയാളെ കൊണ്ട് ഇവിടെ വട്ടളയിരിക്കുക. എന്താ ചെയ്യാ? വലിയ മുതലാളിയുടെ മരുവനായി പോയില്ലേ? ആ ചന്ദ്രാമ എന്ത് കണ്ടിട്ടാ വിവരം കെട്ടോനെ കിട്ടിയത്? എനിക്ക് ഒരു പിടിയും കിട്ടില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലാതെ അതായത് സാറിന്റെ കമ്പനിക്ക് എന്റെ കമ്പനിയുടെ തുണി തരാം. കഴിഞ്ഞ 2 കൊല്ലമായി സാറേ ഞാൻ ഇതിനുവേണ്ടി ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. പക്ഷെ മാനേജർ കഴിഞ്ഞ 16 കൊല്ലമായി വേറൊരു കമ്പനിക്കാണ് ഈ ഓർഡർ കൊടുക്കുന്നത്. സത്യം പറയാമല്ലോ സാർ, 5000 രൂപ വരെ കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞതാ. എന്നിട്ടും കാര്യം നടന്നില്ല. വേഗം കൊണ്ടാവനെ, ദാഹിച്ചിട്ട് തൊണ്ട പൊട്ടാറായി. പഞ്ചാര കൂടുതലാണ്, നന്നാറി എസൻസ് ചേർത്തിട്ടില്ല. ഏത് കടയിൽ നിന്നാടോ ഇത്? പോസ്റ്റ് ഓഫീസിനടുത്തുള്ള ആ ഹമുക്കിനോട് ചെന്ന് പറ, ഇങ്ങനെയല്ല ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ. ഓൻ അറിഞ്ഞൂടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ, നമ്മൾ പറഞ്ഞു കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞിട്ടില്ലെന്ന്. ഈടെ ജ്യൂസ് എന്താ വേണ്ടിയത്? ഗ്രേപ്പ്, പൈനാപ്പിൾ, ഓറഞ്ച്, മാംഗോ, സാത്തുക്കുടി? ഒന്നും വേണ്ട, താങ്ക്സ്. ഇനിയിപ്പോ നിങ്ങള് മാനേജർക്ക് കൊടുക്കാന്ന് പറഞ്ഞ 5000 റുപ്യന്റെ കമ്മീഷൻ ഞമ്മക്ക് തരുക. ഒരു മുതലാളിക്ക് എങ്ങനെ കമ്മീഷൻ കൊടുക്കുന്നതായിരിക്കും. അത് സാരമില്ല, ഞമ്മക്ക് പൊതുവെ കമ്മീഷൻ വലിയ ഇഷ്ടാ. നിങ്ങൾ 5000 റുപ്യ തരി. നിങ്ങളെ കമ്പനീന്റെ തുണി ഞമ്മളെ കമ്പനി വാങ്ങുന്നു. എന്താ പോരെ? എത്രയോ വർഷമായിട്ട് വേണുവേട്ടന്റെ വീട്ടുകാർക്കല്ലേ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ കമ്പനി ഓർഡർ മാറ്റി കൊടുത്തത്? ഞാൻ മാനേജറോട് ചോദിക്കട്ടെ. മാനേജറുടെ സത്യേട്ടൻ ചോദിച്ചു. അപ്പൊ മാനേജർ പറഞ്ഞു ആൽഫയാണ് മാറ്റി കൊടുത്തതെന്ന്. മാനേജർ മാറ്റരുതെന്ന് പറഞ്ഞപ്പോ ആൽഫയോട് തട്ടിക്കയറിയെന്നും പറഞ്ഞു. അനിയും കുഞ്ഞൊന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. സർ, കൺസൈൻമെന്റ് അയക്കാൻ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. LC ഓപ്പൺ ചെയ്യണം. LC ഇതുവരെ വന്നിട്ടില്ല. ഓളെവിടെ പോയി? സാർ, ഞാൻ അപ്പോഴേ സാറിനോട് പറഞ്ഞല്ലേ കുഴപ്പമാവുന്നു. ഇതാ വർമ്മ സാർ ലൈനിലുണ്ട്. സാറിനോടൊന്ന് അത്യാവശ്യം വീട്ടിലോട്ട് ചെല്ലാൻ. നമുക്ക് സൗകര്യം ഇല്ലെന്ന് പറ. അയാൾ വിളിക്കുന്നിടത്തൊക്കെ ചെല്ലലല്ല നമ്മളെ പണി. അങ്ങോട്ട് വരാൻ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു സാർ. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ സാർ. വർമ്മ സാർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. നമുക്ക് അർജന്റായിട്ട് പുറത്തേക്കൊന്ന് പോണം. വർമ്മ സാർ വന്നാ അയാളോട് പോയി പണി നോക്കാൻ പറ. ഇനി ഇവിടെ ഇരുന്ന് സുഖിക്കാണല്ലേ? ഞമ്മളെ കൊണ്ട് കഴിയില്ല ഇനി ഇവിടെ ഇരിക്കാൻ. ആകെ കുലുമാല്. മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ എഴുത്തും കുത്തും വർത്താനോ. ഫോണെടുത്ത് പോയാ മുഴുവൻ മുടിഞ്ഞ ഇംഗ്ലീഷ്. കുറെ നായിന്റെ മക്കളെ നമ്മൾ കുളിച്ച് തെറി വിളിച്ച് എന്നിട്ട് രക്ഷയില്ല. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന്? താൻ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ വെറുതെ ചൂടാവുന്ന ആളല്ല. ഞാൻ വേണമെങ്കിൽ മാപ്പ് ചോദിക്കാം സാർ. ആദ്യം എന്താ ഉണ്ടായെന്ന് അറിയട്ടെ. 5000 രൂപ വാങ്ങിച്ചോട്ട് 60 ലക്ഷത്തിന്റെ ഓർഡർ നീ കൊടുത്താ? മൈമുനെ പളയെടുക്കാം. പിന്നെ വേറെന്താ പൈ? മൈമുനയുടെ എന്നെ കൊടുത്ത് ഞാനിപ്പോ എന്ത് ചെയ്യും? ഒന്നുകിൽ ആ പണി വേണ്ടത് എന്നിട്ട് കുറെ കാലത്തേക്ക് ലീവ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ആൽഫയുടെ അറിവുകൾ കൊണ്ട് സംഭവിച്ചതാണല്ലോ. ഇത്രയും നാള് ആ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത് നമ്മുടെ ഇന്ദുവിന്റെ ചേട്ടനാ. പെട്ടെന്ന് ഒരു കാരണവും ഇല്ലാതെ മാറ്റണ്ടായിരുന്നു. അവർക്കും വിഷമമുണ്ട്. എനിക്കത് അറിയില്ലായിരുന്നല്ലോ. മാനേജർ പറഞ്ഞില്ലേ? മാനേജർ ഒരു കാര്യം എന്നോട് തുറന്ന് പറയാറില്ല അങ്കിൾ. ആ മാനേജർ എന്ത് ചോദിച്ചാലും കുറെ പേപ്പർ എടുത്തിട്ട് അവിടെ ഒപ്പിട് ഇവിടെ ഒപ്പിട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് തനിക്കെങ്ങനെ അറിയാം? താനാരാ? എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഞാൻ എല്ലാ കാര്യവും ഇയാളായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. ചന്ദ്രനെ കാണാൻ വന്നതാണ്. ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു.
ആൽഫിക്ക് വല്ലാതെ ദേഷ്യം വന്നു എന്നൊക്കെ അറിഞ്ഞു. അതാണല്ലോ അയാൾ പോയി പണി നോക്കട്ടെ എന്നൊക്കെ എന്നെ പറ്റി പറഞ്ഞു. മാനേജറുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞ. ആ അതെനിക്ക് തോന്നി. ആൽഫി വരൂ, അയാൾ പുറത്ത് നിൽപ്പുള്ളൂ. ഞാൻ വരില്ല. എനിക്ക് അയാളുടെ മുഖം കാണട്ടെ, എന്റെ കൺട്രോൾ പോവും. അതെന്താ? ക്ഷമിക്കണം, ഞാൻ അയാളെ കാണില്ല. അയാള് എനിക്ക് അയാളെ കാണുന്നുണ്ടാ. അയാള് മാപ്പ് പറയാനാണ് വന്നത്. കുറ്റവാളികൾക്ക് മാപ്പ് കൊടുക്കുന്ന വകുപ്പ് എന്റെ നിയമപുസ്തകത്തിലില്ല. അയാളെ തല്ലാനായി എന്റെ കൈകൾ ധരിച്ചപ്പോഴാണ് ഞാൻ ഇറങ്ങി ഓടിയത്. വീണ്ടും അയാൾ ഇവിടെ വെച്ച് കണ്ടാൽ എനിക്ക് അയാളെ കണ്ട. ഞാൻ മാനേജ് ചെയ്തോളാം. എനിക്ക് അയാളെ കണ്ട. ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ, ഞാനില്ല ഇവിടെ. ഓക്കെ, ഞാൻ വിചാരിച്ച ശരിയാണ്. തന്റെ ഉള്ളു കുഴപ്പങ്ങൾ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ താൻ എന്നെ അറിയിച്ചാൽ. എന്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാം. എനിക്ക് അയാൾ ആകെ ടെൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. മാപ്പ് ചോദിക്കുന്നതൊക്കെ ഓഫീസിൽ വെച്ച് സൗകര്യം പോലെ മതി. ഇല്ല സർ, ഓഫീസിൽ മറ്റു സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്താൽ എനിക്കത് മാനക്കേടാണ്. ഇവിടെ വെച്ചാവുമ്പോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. തല്ലുന്നെങ്കിൽ തല്ലി. മിസ്റ്റർ രവീന്ദ്രൻ, സാറ് സൈൻ ചെയ്താലേ അക്കൗണ്ടന്റ് പണം അടയ്ക്കൂന്ന് പറഞ്ഞു. എന്നോട് ആരോടോ അകത്ത് വരാൻ പറഞ്ഞത്? എന്റെ മുഖരിക്ക് കണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ? വലിയ കോട്ടൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഞാനൊരു ഒന്നും പറയണ്ട. ഞാൻ ആൽഫി ആയതുകൊണ്ടും അപ്പു എന്റെ ചങ്ങാതി ആയതുകൊണ്ടും നമ്മൾ പറയാണ്, ഇവൻ എന്ത് ആഫീസിൽ നടന്നാലും അപ്പ പൊരയിലേക്ക് വിളിച്ചു പറയും. മേലാൾ എന്റെ ആഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പൊരയിലേക്കോ മറ്റോ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഒരാൾ മാത്രമേ ആഫീസിൽ ഉണ്ടായി നോക്കിക്കോളൂ. ചന്ദ്രാമയോട് ചോദിക്കും സർ. 9 വർഷമായി ആത്മാർത്ഥമായി ജോലി ചെയ്യാണ് ഞാൻ. ഒരു കംപ്ലൈന്റും കേൾപ്പിച്ചിട്ടില്ല. ഇക്കുട്ടീനെ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിക്കാൻ പറ്റും. കാരണം ഓള് പാവ കിടക്കുന്ന കടപ്പ് കണ്ടില്ലേ, ഭയത്തടി വെട്ടിട്ട പോലെ. എന്റെ പൊന്നും കട്ടെ മോളെ, ഇന്നെ ഓർമ്മിച്ച് നമ്മൾ ഇയാളെ വെറുതെ വിടുന്നു. പോ എന്റെ മുമ്പിൽ നിന്ന്. അങ്ങനെ പോകരുത്. കാര്യങ്ങളൊക്കെ അപ്പ പറഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. ഒന്നുമില്ല. ഒരു കാര്യം മാത്രം, ഓഫീസിൽ വെച്ച് ഇയാളോട് ദേഷ്യപ്പെടരുത്. നമുക്കൊക്കെ ഒരു കൊച്ചു ജീവിതമല്ലേ ഉള്ളൂ. അത് പിണങ്ങാനും വെറുക്കാനും ഉപയോഗിക്കുന്നതിന് പകരം ഇണങ്ങാനും ഇഷ്ടപ്പെടാനും ഉപയോഗിക്കുന്നതല്ലേ കൂടുതൽ ഉചിതം. എന്തു പറയുന്നു? എന്താ ഫ്രണ്ടിന്റെ പേര്? അപ്പു. ഓക്കെ, എല്ലാം ഇതോടെ അവസാനിച്ചു. രക്ഷപ്പെട്ട് മേലിൽ എന്നോട് ചോദിക്കാതെ ഓഫീസിൽ ഒരൊറ്റ കാര്യം ചെയ്തു പോരുത്. ലോണൊന്നും കിട്ടുന്നിടം വരെ നമ്മളിപ്പോ എങ്ങോട്ട് പോകണം? ഓഫീസിൽ പോടാ. ഓഫീസിൽ പോടാ. അയ്യേ, നമസ്കാരം ചേട്ടാ. ഹലോ ഹലോ. അറിയാമല്ലോ, ഐറ്റം അല്ല നോക്കേണ്ടത്, പ്രൈസ്. അറിയാ, 1500 രൂപയുടെ ഒരു സാധനം കാച്ചട്ടെ. ഒന്ന് പതുക്കെ പറ. അതിലും വില കൂടിയ ഐറ്റം വല്ലതും ഉണ്ടോ നോക്ക്. ഇല്ലല്ലേ, 1500 തന്നെ കൂടിയവൻ. ലോബ്സ് പേര് വായിക്കൊള്ളുന്നില്ല, നീ എന്നെ വായിക്കേ. ലോബ്സ്റ്റർ തെർമിഡോ. ഒന്ന് വെറുതെ ഇരിടെ. ഇത് 5-star ഹോട്ടലാ, പഞ്ചാക്ഷത്രം. Would you like to have something to drink, sir? ലേശം വീശണോന്ന്. എന്നാ അടിച്ച് കോണ്ടിരിയ. We have Bloody Mary. Mary? Black Label Old Crow. Old Crow. വയസ്സൻ കാക്ക. 5-star ഹോട്ടലിൽ വയസ്സൻ കാക്കയോ? No, thank you. So, can you take your food order, sir? Okay. 3 lobster thermidos. 3 whole lobsters? Are you sure? Yes, man. 3 full lobsters. എവിടെ പോയി? ബഷീറെ, ഇപ്പൊ മൊത്തം എത്ര ഡാമേജ് ആയിട്ടുണ്ട്? നോക്കാം. ഓ, ഇത് കണ്ടീഷൻസ്. അത് കാറ്റിപ്പറത്ത്. നമ്മുടെ ടെക്സ്റ്റൈൽസ് ബിസ്, അതായത് നമ്മുടെ സൂട്ട്, ഷർട്ട്, കോട്ട്, തൊപ്പി, കുപ്പി, കുന്തം, വടിച്ചക്രം എല്ലാം കൂടെ ഒരു 30 രൂപ മാറിയിട്ടുണ്ട്. 30,000 എന്ന് പറയടേ, മനസ്സിനൊരു സമാധാനം വരട്ടെ. ഓ ശരി. പിന്നെ റൂം അഡ്വാൻസ് ഒരു 10, ടാക്സിക്ക് ഇറങ്ങിയത് എല്ലാം കൂടി ചേർത്തൊരു 5 വരും. അപ്പൊ നമ്മുടെ വാഹനത്തിന്റെ കാശ് അത് 10-25 വരും. ഓഹോ, അപ്പൊ എല്ലാം കൂടി 1.5 ലക്ഷം മാറി കിട്ടിയിട്ടുണ്ട്. 1.5 ലക്ഷമോ? ഒരു ദിവസം കൊണ്ട് 1.5 ലക്ഷം. അപ്പൊ ഇനി ഒരാഴ്ച വേണ്ടി വരില്ല. തീർന്നോളൂ. കുറച്ചുകൂടെ തരാൻ പറയാറുന്നല്ലോ. എന്തോ ദേ വരുന്നു ലോബ്സ്റ്റർ ടെർമിഡോസ്.
എന്റെ ദൈവമേ, ശവമുഞ്ച മരുന്ന് പോലുണ്ടല്ലോ. ഇവിടെ ഇവിടെ ഇവിടെ. അളിയത് എന്തോന്നടേ? അളിയായത് കൊഞ്ച. എന്റെ ആയുസ്സിൽ ഞാൻ ഇത്ര വലിയ കൊഞ്ചിനെ കണ്ടിട്ടേ ഇല്ല. നിന്നെക്കാളും വലുതാ. അപ്പഴേ ഇത് എവിടുന്നാ തുടങ്ങേണ്ടത്? ഞാൻ കാണിച്ചു തരാം. ഓക്കെ. വലിയ കുഴപ്പമില്ല, പിന്നെ അല്ലേ? കൊള്ളാം. ഉദ്ദേശിച്ച പോലെ വലിയ ഗുണമൊന്നുമില്ലടേ. ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ മത്തി. എക്സാക്ട്ലി. നമുക്ക് കാശ് ചെലവാകണം, അത്രയല്ലേ ഉള്ളൂ. അത് ചെലവായി. ആ ബില്ലിങ് തരാൻ പറ. ചെക്ക് പ്ലീസ്. ബില്ല് അവിടെ കൂടെ. അളിയ രൂപ 5600 മാറി കിട്ടി. അളിയ ഇതുപോലെ 3 കൂടെ പാഴ്സൽ ചെയ്തുകൊണ്ട് പോവാം. പാഴ്സൽ ചെയ്യണ്ട. എക്സ്ക്യൂസ് മീ സർ, മാനേജർ വിളിക്കുന്നു. ബില്ലിൽ എന്തെങ്കിലും പാട ഇനിയും വേണമായിരിക്കും. ഇനി മിസ്റ്റേക്ക് അറിയില്ല സർ, പ്ലീസ് കം. പോ. ഈ തുണി ഇരിക്കട്ടെ, നിലം തുടയ്ക്കാം. അത് കഴിഞ്ഞ് മുഖവും തുടയ്ക്കാം. Deep sea hunters. Yes, deep sea hunters. Taramayula, Urumil School, Aina, Yamaha, Tapioca, Yala Sam, Ya, Urubeserio, Yoda, Ya, Osaka, Natarapino, Uzaka, Molia, Iru, 25 packets. Osaka. എന്തിനാ സർ വിളിപ്പിച്ചത്? പ്രത്യേക കാരണമുണ്ട്. നിങ്ങൾ കഴിച്ച ലോബ്സ്റ്റേഴ്സ് ഞങ്ങൾക്ക് സപ്ലൈ ചെയ്ത് ഡീപ് സീ ഹണ്ടേഴ്സ് എന്ന പുതിയ കമ്പനിയാണ്. മീറ്റ് മിസ്റ്റർ മേനോൻ ലീ, ഡീപ് സീ ഹണ്ടേഴ്സിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ഹലോ. നൂറുകണക്കിന് ഡിഷസുകൾ മെനു കാർഡിലുണ്ട്. അതിൽ നിന്നാണ് നിങ്ങൾ ലോബ്സ്റ്റർ തന്നെ തിരഞ്ഞെടുത്തത്. നിങ്ങളെ പോലുള്ള ലോബ്സ്റ്റർ പ്രേമികളാണ് ഡീപ് സീ ഹണ്ടേഴ്സിന്റെ നിലനിൽപ്പിന് വിഷയം. ഒസാക്കയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത ഒരു പ്രത്യേകതരം ലോബ്സ്റ്ററാണ് ഇന്ന് ഞങ്ങളുടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതാദ്യമായി ഓർഡർ ചെയ്തത് ലോബ്സ്റ്റർ പ്രേമികളായ നിങ്ങളും. ആ സ്പെഷ്യൽ ഡിഷ് ഡീപ് സീ ഹണ്ടേഴ്സിന്റെ കോംപ്ലിമെന്റ് ആണ്. ബില്ല് ഓൾറെഡി കമ്പനി പേ ചെയ്ത് കഴിഞ്ഞു. ഇരിക്കൂ സർ. പ്ലീസ്, എന്തായാലും ഞങ്ങൾ പേ ചെയ്ത് പോയില്ലേ സർ? നോ താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഡീപ് സീ ഹണ്ടേഴ്സിന്റെ സ്നേഹോപഹാരം. താങ്ക് യു. ഇത് നിറച്ചും ലോബ്സ്റ്ററാണ്. ജീവനുള്ളതാണോ? ഉണ്ടായിരുന്നു 8 മാസത്തിന് മുമ്പ്. അതാണ് ഈ മുറിക്കകത്ത് കയറിയപ്പോ ഒരു അവിഞ്ഞ നാറ്റ. കൊടു. നിങ്ങൾ ഈ സ്കോച്ച് വിസ്കിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? 100 വർഷം, 50 വർഷം, 10 വർഷം അത്രയും പഴക്കമുള്ള ലോബ്സ്റ്റർ നമ്മുടെ ഉണ്ട്. പക്ഷേ അതിന് വില കൂടും. ഇതിന് ഞങ്ങൾ എത്ര രൂപ തരണം? യു ആർ ഇൻസൾട്ടിംഗ് മൈ കമ്പനി. ഇത് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ആണ്. പണം വേണ്ട. നോ ക്യാഷ്. ശ്രദ്ധിച്ചല്ലോ പടച്ചോനെ. ഇവിടെ നിന്നാ നമ്മുടെ കാശ് ചെലവാകില്ല. വേറെ മാർഗം തേടുന്ന നല്ലത്. റെഡി, തൽക്കാലം നമുക്ക് സ്ഥലം വിടാം. ഭഗവാനെ, ഗുരുവായൂരപ്പ, എന്റെ മകളുടെ വിവാഹം മംഗളമാക്കി തരണേ. ഇവിടെ വലിച്ചു വാരിയിടാനല്ല പറഞ്ഞത്. ആർക്കും ഒന്നിലും ഒരു ശ്രദ്ധയും ഇല്ല. തനിയൊന്നേ വരുന്നേ. താനാണോ ഇവിടുത്തെ ദേഹണ്ണക്കാരൻ? അതെ. വീട്ടുമുറ്റത്ത് വെച്ചാണോ ദേഹണ്ണം? അല്ല, പിൻഭാഗത്താ. എന്നാ പിന്നെ വാചോടിച്ചിരിക്കാതെ ചെമ്പും കലവും ചട്ടവും കിടത്ത് അപ്പുറത്തോണ്ട് വെക്കണോ? ഓഹോ.
100 കൂട്ടം കാര്യങ്ങൾ ഉള്ളപ്പോഴാണോ ഇങ്ങനെ കുന്തം വിഴിഞ്ഞ കണക്ക് നിക്കണേ? പച്ചക്കറിയും പലവഞ്ഞവും രാവിലെ എത്തൂന്ന് പറഞ്ഞിട്ട് അത് വന്നോ ഇല്ലയോ നോക്കിയോ? ദൂരെ നിന്ന് വരുന്നവർക്കുള്ള താമസ സൗകര്യം ഏർപ്പാടാക്കിയോ? പൂവും മാലയും ബൊക്കയും നാളെ വെളുപ്പിനെ ഇവിടെ എത്തുവോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് നിന്നേ, ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. എന്താ? പെണ്ണിന്റെ തന്ത നീയോ ഞാനോ? അതെന്താ മുതലാളിക്ക് പെട്ടെന്നൊരു സംശയം? മുതലാളി വിഷമിക്കണ്ട, ഞാൻ ചേച്ചിയോട് ചോദിക്കാം. ആ അർത്ഥത്തിലല്ല ഞാൻ ചോദിച്ചത്. തന്തയ്ക്ക് വേറെ അർത്ഥം ഉണ്ടോ? ഞാൻ ചോദിച്ചത് ഈ വീട്ടിലെ ഗൃഹനാഥൻ നീയാണോ ഞാനാണോ എന്നാ. ഗൃഹനാഥൻ മുതലാളി എന്നാ, എന്നാലും ഫുൾ ഉത്തരവാദിത്വം എനിക്കാ. എന്നാ പിന്നെ നോക്കി നിൽക്കാതെ എന്നോട് ആദ്യം അവളെ പോയി ചെയ്യണ. അവൻ ഒരു അങ്ങോട്ടും ആദ്യം പാചകം ടെസ്റ്റ് ചെയ്യട്ടെ. ഭയങ്കര വിശപ്പ്. നീർക്കോലിയുടെ രൂപവും പെരുമ്പാമ്പിന്റെ വിശപ്പും. എന്താ അകത്തൊരു ബഹളം? ഒരല്പം കുടുംബകാരി എന്റെ മോളും ഭാര്യയായിട്ട് പങ്കുവെച്ചതാ. എന്താ കുഴപ്പമുണ്ടോ? എനിക്ക് മനസ്സിലായി. എന്ത്? പെണ്ണിന്റെ അച്ഛനാരാണെന്ന് ചേച്ചിയോട് പോയി ചോദിച്ചില്ലേ? എടാ അച്ചുവേ, എന്റെ മകൾക്ക് ഇതെന്താ പറ്റി? കല്യാണം അടുക്കും തോറും മനസ്സിനകത്തൊരു ചാഞ്ചാട്ടം. ഇപ്പൊ കല്യാണം വേണ്ട വേണ്ട എന്നൊരു വാശി. ഇനിയിപ്പൊ പേടിച്ചിട്ടാണോ അതോ? അതെ, മുഹൂർത്തം എടുക്കും തോറും പേടിക്കുന്ന പെണ്ണുങ്ങൾ 2 തരത്തിലുള്ളവരാ. ഒന്ന് പിഴച്ച പെണ്ണ്, 2 പ്രേമിച്ച പെണ്ണ്. ഇത് ഏത് വകുപ്പിലാ മോളെന്ന് പോയി ചോദിക്കും. എടാ ചത്തേ, എന്റെ മോള് കുടുംബത്തിൽ പറഞ്ഞവളാണ്. എന്ത് കരുതി ആയിക്കൂടുന്നുണ്ടോ? ചേട്ടനെ വിളിച്ചായിരുന്നോ? പോയി അരി വെക്കണോ കോപ്പേ? ഭ്രാന്ത് വരും. മുതലാളി, മുതലാളി, എന്താടാ? തുമ്പ് കിട്ടി. 1 മിനിറ്റ്. എന്നാ ഞങ്ങൾ ഇറങ്ങിട്ടുണ്ണിത്താനെ പോകാൻ വരട്ടെ. ഞാൻ ഒരു കാര്യം ഒന്ന് മുതലാളിയോട് പറഞ്ഞോട്ടെ. അതിന്റെ പേരിൽ ഇവിടെ ഒരു വിപ്ലവം നടക്കും. നിങ്ങൾ ആ ടീം ബിയുടെ ക്യാപ്റ്റൻ. അതെന്താണ് അങ്ങനെ? അതങ്ങനാ. ഇങ്ങോട്ട് വന്നേ. ഞാൻ ഒളിഞ്ഞു നോക്കി മുതലാളിയുടെ മോളുടെ സംഭവങ്ങളെല്ലാം കണ്ടു. പറഞ്ഞു തീരുന്നവരും പഠിച്ചതിനാ ഒളിഞ്ഞു നോക്കിയത്. അതുകൊണ്ടല്ലേ പെണ്ണ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം പിടികിട്ടിയത്. പെണ്ണിന് പ്രേമം. ആരോട്? ഈ കുറുപ്പിന്റെ മോനോട്. 2 പേരും കൂടെ പതുങ്ങി നിന്ന് ഹൃദയം പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടു. അനാവശ്യം പറയത്തോടാ. ഞാൻ കണ്ടത് അവർ കിന്നാനം പറയണത്. മിണ്ടിപ്പോകരുത്. ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളേരാ. അവര് മിണ്ടിന്നും പറഞ്ഞു നോക്കിയിരിക്കും. അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നിന്റെ പല്ല് മുഴുവൻ താഴെ കിടക്കും. പോടാ. പോകാം. അയ്യോ, എന്താ? ദൈവമേ, ഇവളിനി കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ? അടിച്ചോണ്ട് പോയാലോ? കാര്യങ്ങൾ എത്രത്തോളമായ സ്ഥിതിക്ക് ഞാനൊന്ന് തീരുമാനിച്ചു. എന്റെ മോളെ കൊണ്ട് ഒളിച്ചോടിയത് ഏത് തന്റെ മകനാലും ശരി, അവനെ കൊണ്ട് തന്നെ കെട്ടിക്കുമെന്ന്. എന്നാ പിന്നെ എത്രയും പെട്ടെന്നതായിക്കൂടെ? അത് പറയാനാണല്ലോ ഇങ്ങോട്ട് വന്നത്. അതെ. ഇനി ഒന്നും നോക്കാനില്ല കുറുപ്പേ. കൊച്ചുകുറുപ്പുമായി ഉടനെ വീട്ടിലെത്തുക, കെട്ടു നടത്തുക. അയ്യോ, എനിക്ക് എന്റെ വീട്ടുകാരും ബന്ധുക്കാരെയൊക്കെ ഒന്ന് അറിയിക്കണ്ടേ? അതിനൊന്നും സമയമില്ല. കെട്ട് കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും കൂടെ വിരുന്നിന് പോയാ പോരെ? അത് മതിയല്ലേ? പിന്നെ ധാരാളം മതി. എന്നാൽ അത് പോരാ. എനിക്കുള്ളത് ഒരേ ഒരു സന്തതിയാ. അവന്റെ കല്യാണം നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ് അന്തസ്സും തറവാടിത്തമുള്ള കുടുംബത്തിൽ നിന്നായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം മുതലാളിക്ക് അന്തസ്സും തറവാടിത്തം ഇല്ലാന്നല്ലേ? കണ്ടോ, ഇവന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഉണ്ണിത്താനെ നിശ്ചയിച്ച കല്യാണം മുടങ്ങിയപ്പോ തന്റെ മോളെ എന്റെ മോന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കണ്ട. കല്യാണം മുടങ്ങിയതിന് ഉത്തരവാദി തന്റെ മോല. എന്റെ മോളെ കണ്ണും കയ്യും കാണിച്ച് പ്രേമിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് പോയ സാക്ഷികളുണ്ട്. ആരാ സാക്ഷി? ഇവൻ തന്നെ പറഞ്ഞുകൊള്ളാ. ഞാൻ കണ്ടതാ. ഏത് കോടതിയിലും ഇവൻ ഈ സത്യം പറയും. എനിക്ക് വിശ്വാസമില്ല. 1000 രൂപ കൊടുത്തവൻ അത് മാറ്റി പറയും. ഒരിക്കലും 1000 രൂപയ്ക്ക് വേണ്ടി മാറ്റി പറയില്ല മുതലാളി. ഞാൻ കണ്ടോ, 1500 കിട്ടണം. சுப்ரமணியிலே பாட்டி உள்ள இருக்கு. ஐயோ ஐயோ, நாசம் பண்ணிட்டானே கடவுளே. இந்த வீட்டோட ஐஸ்வர்யம் எல்லாமே போச்சு. ஐயோ கடவுளே, நான் என்ன செய்வேன்? ஐயோ பாட்டி, என்ன ஆச்சு பாட்டி? இதோ பாருடா, இந்த பாவிக்கு என்ன கொடுமை பண்ணிருக்கேன் நீயே பாருடா.
என்ன பண்ணிருக்கு? நான் ஒன்னும் பண்ணல. எந்த முடுப்பேர அம்மச்சியான நான் ஒன்னும் செய்தில்லை. செய்யலையா? செய்யல. இந்த மூதேவியோட காலில என்ன போட்டிருக்குன்னு பாருடா. காலில் செருப்பு. அது தெரியாம போட்டிருக்கும் பாட்டி. அது எப்படி தெரியாம போடுவோம்? தப்பு பண்ணிட்டு தெரியாம என்ன சொன்னா எப்படி? என்ன மாத்து மாதிரி முழிச்சிட்டு இருக்கு? பதில் சொல்லு. பண்ணினது தப்புதானே? தப்பு தப்பு. எவ்வளவு தைரியம் இருந்தா தப்புன்னு தெரிஞ்சிட்டு செருப்பு போட்டு இந்த வீட்டுக்குள்ள வந்திருப்பேன். அந்த ஆளு பாவம் பாட்டி. தெரிஞ்சிருந்தா நிச்சயமா செருப்பு போட்டு உள்ள வந்திருக்கவே மாட்டேன். அது எப்படி உனக்கு தெரியும்? உன்கிட்ட எத்தனை வாட்டி சொல்லி இருக்கு இந்த அசகியத்தை வீட்டுக்குள்ள ஏத்தாதேன்னு? இதோ பாரு பாட்டி, நீ தான் எனக்கு சொல்லி கொடுத்திருக்கு தெரியாம தப்பு பண்ணா அது தப்பு இல்லன்னு. அதனால இந்த ஆளை மன்னிச்சிட்டு பாவம். முதல்ல அதை எடுத்து வெளியில போட சொல்லு. ஐயோ ஏதோ அதை எடுத்து புறத்துட்டோம். முந்தம் ശങ്കര ഒന്ന് നിന്നോ. എന്തേനെ ഈ കരിവാട് കിളവിയുടെ ഉള്ളപ്പോ എന്തിനാ പാവപ്പെട്ട പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കട്ടപ്പെടുത്തണത്? പാട്ടി ഒരു പഴഞ്ച മനസ്സിൽ ആദ്യം ഒരു ചാവട്ട്, എന്നിട്ട് മതി പ്രേമവും പെണ്ണ് കാണലും ഒക്കെ താമി. അയ്യോ മഹാഭാവം പറയരുത്. എന്നാ താമി ഒരു കാര്യം ചെയ്യ, പട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് കയറ്റി ബോർഡ് എഴുതി തൂക്കണ പോലെ പാട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്നൊരു ബോർഡ് എഴുതി തൂക്കി പല പരട്ട കിളവി ചാവിയില്ല. ഒന്നും പറയരുത്. എവിടെ നിന്ന് കിട്ടി? പോന്നോളൂ, എല്ലാത്തിനും വഴി ഉണ്ടാക്കുന്നേ. അല്ല ഫസ്റ്റ് മടി സാധാരണ കാലത്ത് ചെയ്തതാ, അറുത്ത് വിൽക്ക. മൃദംഗം കൊള്ളാമല്ലോ സ്വാമി. ഇത് വിൽക്കില്ല. താത്തയും ഞാനും വായിച്ചു പഠിച്ചതാ. ഇരിക്കും. ഇതും അടിച്ചോണ്ട് ഇവിടെ ഇരുന്നാ മതി. പെണ്ണിന്റെ പാട്ടിന് പോവും. ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര? ഇപ്പോഴത്തെ പെമ്പിള്ളേര് നേരെ ചൊവ്വ വേഷം കെട്ടിയവനെ 10 തൂട്ട് കയ്യിലുള്ളവനെ നോക്കൂ. ഒരു പാങ്ങും ഇല്ലാത്തവന്റെ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി? ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. ആദ്യം ഈ സ്വിച്ച് കളയണം. അയ്യോ പാട്ടി, താൻ പോവേ, പ്രേമിക്കണ്ട. പാട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഇതും എടുത്ത് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ. പന്തര് പറഞ്ഞാലും പാട്ടി 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 ശരണം കെട്ട ജൂല കുടുമി മുറിക്കാം. ഈ കണ്ണാടി മാറ്റി. അയ്യ, ഇത് മാറ്റിയാ എനിക്ക് കണ്ണു കാണില്ല. സ്വാമിക്ക് പ്രേമിക്കണ്ടേ? എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ. മാറ്റാം. എന്നിട്ട് വേറെ ഫാഷനിലൊരെണ്ണം വയ്ക്കാം. പിന്നെ ഈ ക്ലാപ്പം വേഷമൊക്കെ അഴിച്ച് കളഞ്ഞിട്ട് ഡ്രസ് പാന്റ് ഷർട്ടും ഇടണം. അയ്യോ എന്തിരിക്കീയേ, താൻ ശരിയാവൂല. അല്ല ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പറയണ പോലെ എന്നെ കേക്കണം. ശങ്കരന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല, ഇനിയോട്ട് തെറ്റാനും പോണില്ല. അപ്പോ ഞാൻ പാന്റ് ഇട്ടാ രോഹിണി എന്നെ നോക്കോ? പാന്റ് വിട്ട് ഷർട്ടും അതിനത് ചെരുവി ഒരു ബെൽറ്റ് വിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണിയല്ല അവിടെ തള്ള ഇങ്ങി പോയി. അത് വേണ്ട, രോഹിണി മാത്രം മതി. മതിയെങ്കിൽ മതി. ശരി. പക്ഷേ പാട്ടി എന്തൊരു പാട്ടി? ഭർത്താവ് ചത്തിട്ടും തലയെ മുട്ടയടിച്ച് കാവി ഉടുക്കാതെ പമ്പർന്നാര് സിനിമാ നടിയുടെ വേഷത്തിലല്ലേ ഇവിടെ ഇരിക്കണത്? ഒരു വാക്ക് പറ സ്വാമി, ആളുകളെ വിളിച്ച് മുട്ടയടിപ്പിച്ച് കൈ തരാം. ഗുരുദോഷം പാട്ടിയെ പറഞ്ഞു പാട്ടിലാക്ക്. അവിടെ ഇവിടെ വായുവിന്റെ അസുഖം, ഗുളിക എടുത്തില്ല. ഒരു 10 രൂപ വേണം സ്വാമി. അതിനകത്തൊന്നും ഇല്ല. ഇത് നിൽക്കുമോ? എണ്ണയും കിട്ടുമൊന്നും വേണ്ട സ്വാമി. തികഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് വാങ്ങിച്ചോളാം. ഇതോ പറയാൻ പാട്ടി. എന്താനെ ആണാ പറഞ്ഞാനാക്ക ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം പിച്ചില്ലറ തന്നെ പട്ടത്. നീ വള അയ്യോ. ഭാഗ്യത്തിന് ആ പാറട്ട കളവ് കണ്ടില്ല. കണ്ടിരുന്നേ കാക്കക്കുട്ടി കല്ലെടുത്തിട്ട് പോലെ കലവലാ ചെലച്ച് അത്രയും ചളമാക്കിയെന്നെ. ശങ്കര, ഞാൻ പാന്റ് ഷർട്ട് ഇട്ട് പോയപ്പോ രോഹിണി എന്നെ നോക്കി ചിരിച്ചു. ചിരിച്ചാ? സ്വാമി ഇപ്പൊ എന്തൊരു പറയണേ ശങ്കരന്റെ ബുദ്ധിയെ പറ്റി? അതിരിക്കട്ടെ, സ്വാമി അവളോട് വല്ലതും കേട്ടാ? എഴുതി പോവേ.
തന്നെ കൊണ്ട് എന്തിനു കൊള്ളാൻ? ഒരു പെണ്ണ് മുഖത്തോക്ക് ചിരിച്ചിട്ട് ഒന്നും മിണ്ടാവുന്നിരിക്കണേണ്ടില്ലേ? എന്തിനാ ചിരിച്ചേ? സുങ്ങളഞ്ഞി എന്നൊക്കെ ചോദിക്കണ്ടേ സ്വാമി? ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സത്യം പറഞ്ഞ ഒരു പേടി. ആ, ഇത് തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവണാണ്. പോ മാറിക്കൊള്ളു. പേടി മാറാൻ കുറച്ചുകൂടെ അടുത്തിടപഴകിയാ മതി. പക്ഷെ ഇങ്ങനെ പിറകെ ചാളുവെ ഒലിപ്പിച്ച് കിടന്ന് അവളെ കൊണ്ട് വായി നോക്കിയെന്ന് പറയിപ്പിക്കല്ലേ. അതിപ്പോ എന്താ ശങ്കര ഒരു വഴി? സ്വാമി വാലേറ്റ് റുപ്പിച്ചേരി. അപ്പോ ബാങ്കിലെ ജോലി? ബാങ്കിലെ ഓലി മണ്ണാ കേട്ട പുല്ല് കറ. കക്ഷത്തിലുള്ള പോവാനും പാടില്ല, ഉത്തരത്തിലുള്ള ഇത് വലിയ പാട് തന്നെപ്പാ. ഒരു കാര്യം ചെയ്യാം, ബാങ്കിൽ നിന്ന് ഒരു മാസം ലീവ് എടുത്താലോ? അത് ബുദ്ധി. ഞാൻ വിചാരിച്ച പോലല്ല, സ്വാമിക്ക് ബുദ്ധിയുണ്ട്. എന്താ അപ്പൊ പിന്നെ ഞാൻ പോട്ടെ സ്വാമി? പോവാനാ സ്വാമി? എന്തെങ്കിലും ചില്ലറ എന്റെ ഇപ്പൊ ഒന്നും ഇല്ല ശങ്കര. ശമ്പളം വായിച്ചെല്ലാം തോയം പൂട്ടടിച്ച് തീർത്താ? ഇല്ല, പാട്ടിരെ കൊടുത്തു. കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കണ ഈ കിളവി എന്തിനു ശമ്പളം വായിച്ച് ചാലയുടെ തുമ്പി കെട്ടി ഇടണത്? എന്റെ മുടിപ്പര അമ്മജി, ഇതെന്തൊരു ജമ്മം. അയ്യോ ശങ്കര, ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ശങ്കര, ഇത് താത്തയുടെ കിണ്ടിയാ. ആരുടെ കിണ്ടിയായിരുന്നാലും പഴയ ഉരുപ്പടി വിൽക്കാം. വിറ്റോളൂ, പക്ഷെ പാട്ടി കാണാതെ കൊണ്ടുപോകണം. എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കാണ്. സ്വാമിക്കൊരു 4 എണ്ണ ചെലവായി കൂടിയേ. എന്തിനാ? ഇതിപ്പോ ഒരു എലി വിഷം വാങ്ങിച്ച് അതിന് കൊടു. കിളവിടെ കാറ്റ് പോവും. മനുഷ്യന് മനനിമ്മതിയോട് ഇവിടെ കയറി വരാമല്ലേ. ശങ്കര പൊയ്ക്കോളൂ. ചേട്ടാ, അന്തിയോ മുന്തിരിയോ? തുളസിയും ധനുഷും. ആ വക സാധനങ്ങൾ അമ്പലത്തില്, ഇവിടെ കള്ള് മാത്രം. കീരിയുണ്ടോ? കീരിയില്ല, വേണേ തവള ഞണ്ടും തരാം. എന്നാ തവള ഞണ്ടും പറയാല്ലേ? തിന്നാൻ വേണ്ടിയാണോ നമ്മൾ ഇങ്ങോട്ട് വന്നത്? കീരി അന്വേഷിച്ചല്ലേ? ഓ ചേട്ടാ, കീരി ഇങ്ങോട്ട് വന്നോ? കീരിയെ തിരക്കുന്ന പറയാനുള്ളത് മൂത്തോക്കി പറയും. സ്വന്തമായി കിടപ്പാടം ഇല്ലാത്തവരൊക്കെ ഒരു തരത്തിൽ തെണ്ടികളാണ്. എന്താ അഭിപ്രായ വ്യത്യാസമുണ്ടോ? എന്ത് പറഞ്ഞാലും അത് ശരിയാണ് ചേട്ടാന്ന് പറയുന്നവര് പണ്ടേ എനിക്ക് ഇഷ്ടമല്ല. മനുഷ്യ മുങ്ങുന്നതാണ് നല്ലത്. ഇത് വെറും കുരിശല്ല, കാരമുള്ളിന്റെ കുരിശാണ്. നിങ്ങൾക്ക് കുരിശാണോ വേണ്ടത്, വീടാണോ വേണ്ടത്? വീട്. ആരെങ്കിലും ഒരാള് പറ കോറസ് പണ്ടേ എനിക്ക് ഇഷ്ടമല്ല. ശരി, നാളെ രാവിലെ എന്റെ വീട്ടിലോട്ട് വാ. അല്ലേ വേണ്ട, ഇവിടെ വന്നാ മതി. വീട്ടിൽ വന്ന കുരിശ്. വീട് വീട്. എന്നാ ഞങ്ങൾ നീങ്ങട്ടെ. 3-ാം പക്കം ഒരെണ്ണം പിടിപ്പിക്കണം, വാങ്ങിത്തരാം. 3-ാം പക്കം? ആ, ഒരെണ്ണ അടിച്ച 3-ാം പക്കേ ശാപം അല്ല തല പൊങ്ങു. വേണോ? അപ്പൊ പറഞ്ഞ പോലെ. അല്ല, അഡ്വാൻസ് വല്ലതും വേണോ ചേട്ടന്? ജോലി ചെയ്യും മുമ്പ് കീരി കൂലിക്ക് കയറാറില്ല. ഇപ്പൊ തരാനില്ല, നാളെ തരാൻ വേണ്ടി ചോദിച്ചതാ. ഓ അങ്ങനെയാണോ? അഡ്വാൻസ് എന്താണോ? ഇതാണ് വസുന്ധര മന്ദിരം, അതായത് വസുന്ധരയുടെ മന്ദിരം. എന്താ ആക്കി ചിരിച്ചത്? അല്ല, വസുന്ധര മന്ദിരം പിന്നെ കമലാജി മന്ദിരം ആവില്ലല്ലോ. ആവില്ല, ആക്കരുത്. നിങ്ങൾ ഇവിടെ പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കാൻ വന്നവര് അവസാനം നിങ്ങൾ അവരുടെ പെയിൻ ഗസ്റ്റ് ആയിട്ട് മാറരുത്. കിരിച്ച അങ്ങനെയാണോ ഞങ്ങളെ കണ്ടത്? അതാണല്ലോ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് കീരിച്ചേട്ടൻ ഞാൻ ഉറപ്പായിരുന്നു. ഉറപ്പൊക്കെ തുറക്ക്. நான்
നക്കീര എടാ നക്കീര എടാ നക്കീര നീ ഇവിടെ എന്തെടുക്കുക? ഞാൻ സാധകം ചെയ്യുമായിരുന്നു. എന്ത് സാധനം? സാധനമല്ല, സാധകം. സാധകം കരാട്ടെ പഠിക്കാൻ വേണ്ടി ഞാൻ എന്നും രാവിലെ കുളത്തിലോ തോട്ടിലോ ഇറങ്ങി കഴുത്തറ്റം വെള്ളത്തിൽ കിടന്ന് അങ്ങനെ പറയണോന്നാ. എന്നാ പിന്നെ നിനക്ക് ആ കിണറ്റിനകത്തോട്ട് ഇറങ്ങായിരുന്നില്ലേ? കിണറ്റിൽ ഇറങ്ങിയതാ, മുങ്ങിച്ചാവുന്ന ഘട്ടം വന്നപ്പോ ഇനി കയറി പോന്നു. പുറത്തോട്ട് ഇറങ്ങിയത്? അയ്യോ ദൈവം തന്നെ പുറത്താക്കരുത്, ഞാൻ മേലെ സാധകം ചെയ്യൂല. ഇവിടെ കഴുതേ പുറത്താരെ വന്നാന്ന് പോയി നോക്കാൻ. അയ്യോ അവളില്ലേ അവിടെ? അവളെ പുറത്താക്കിയിട്ടാണല്ലോ ഞാൻ ഇനി അകത്ത് കയറിയത്. വിളിച്ചിട്ട് കേക്കണ്ടേ? ഇതിന്റെയൊക്കെ ചെവി പൊട്ടയാന്നാ തോന്നുന്നത്. ശരിയാ. ഹൈറൂ ഞാൻ ഇറങ്ങി, നീ ഇനി കയറ്. നീ ഇവിടെ എന്തെടുക്കാടി? എന്താ മാഡം? അയ്യോ എന്താടി ഇത്? മാവ് കലക്കി ചട്ടിയിൽ ഒഴിക്കേണ്ടതിന് വരെ മുഖത്തൊഴിച്ചിരിക്കുന്നോ? അയ്യോ മാഡം, ഇത് മുഖത്തിന് തെളിച്ചം കിട്ടാൻ വേണ്ടിട്ടാ. ആഹാ, എന്നാ കുറച്ച് തലയിൽ കൂടെ ഒഴിക്കേ, അവിടെയും കൂടെ നല്ല തെളിച്ചം കിട്ടട്ടെ. അത് അതിന് മാത്രം തികയില്ലല്ലോ മാഡം. തുടച്ചു കളഞ്ഞിട്ട് പോയി ദോശ ഇടറി. മൂദേവി, മനുഷ്യനിവിടെ വിശന്നിട്ട് നിക്കാൻ വയ്യ. ഒമ്പാരക്ക് കാണാന്ന് പറഞ്ഞാണല്ലോ, ഇവിടെ ആരെ കാണുന്നില്ലല്ലോ. ഡോർ അടച്ചിരിക്കണോണ്ടായിരിക്കും കാണാത്ത. പറയണം, നിങ്ങൾ ആരാണ്? എന്താണ് വേണ്ടത്? ആരാ? ഞാൻ നക്കീര, മാഡത്തിന്റെ പുതിയ മാനേജരാ. താനാരാ? മാഡത്തിന് അറിയാം. വസുന്ധര മാഡത്തെ ഒന്ന് വിളിക്കോ? പഴയ സിസ്റ്റമൊക്കെ പൊളിച്ചു മാറ്റി. ഇനി കണ്ട അലവലാതിക്കൊന്നും കയറി ഇറങ്ങി നടക്കാൻ പറ്റൂല. ആദ്യം താനാരാന്ന് പറ. ഞാനത് മേഡത്തിന്റെ അടുത്ത് പറഞ്ഞ് മേഡം അനുവദിച്ചെങ്കിലും തനിക്ക് മേഡത്തിനെ കാണാൻ പറ്റും. അല്ലാതെ മേഡം നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരില്ല. മനസ്സിലായോ ഓൾഡ് മാൻ? എന്റെ പേര് പറഞ്ഞാ മതി, മേഡം ഉടനെ വരും. എന്താണാവോ ആ പേര്? കീരി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പാമ്പിനെ പിടിക്കുന്ന കീരിയല്ല, കീരി മാർത്താണ്ഡൻ. ഈ ഞാൻ ഒരു മാർത്താണ്ഡൻ കീരിയായിട്ട് വന്നിരിക്കുകയാണ്. എന്താ? ഒരു കീരി മാർത്താണ്ഡൻ കാണാൻ വന്നിരിക്കുവാ. ഓ, ഇന്ന് കീര വേണ്ടാന്ന് പറഞ്ഞേക്ക. ആദ്യം കുന്തറാണ്ട് എടുത്ത് ചെവിയിൽ വെക്ക്. എന്താ പറഞ്ഞേ? വാങ്ങിക്കൊന്നു. എന്താ അതൊന്ന് കാണാമല്ലോ. ആ മൈക്കെടുത്ത് ചെവിയിലോട്ട് കയറ്റി. ഈ പരട്ട് തള്ളക്ക് ചെവിയാക്കാൻ വയ്യാത്തത് വലിയ പ്രോബ്ലം ആയിട്ട് വന്നിരിക്കുവാ. ഒരു കീരി മാർത്താണ്ഡൻ കാണാമെന്നാ ഞാൻ പറഞ്ഞത്. അതിന് എന്നെ എന്തിനാ ആട്ടിയത്? ഓ, മാർത്താണ്ഡനോ? വരാൻ പറ. ശരി മേഡം. കീരി അവന്റെ തിരുമോന്താണ്ട് നടക്കുന്നു. അവൻ നടന്നല്ലേ വന്നതും പോയത്. കയറി വരാൻ പറഞ്ഞു. ദേവരാണ് കീരിയും പാമ്പുകളും. നമസ്കാരം. നമസ്കാരം. ഞാനിവിടെ നിന്നോളാം. ഇരിക്കുന്നേ. എന്റെ മുമ്പിൽ ആരും നിൽക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇരിക്കൂ. അങ്ങനെ നിങ്ങൾ ഇരിക്കൂ. എന്നോടോ? പറയൂ മാർത്താണ്ഡ. മാഡം ഇന്നാളൊരിക്കൽ എന്നോടൊരു കാര്യം പറഞ്ഞില്ലേ? എന്ത് കാര്യം? മറന്നുപോയോ? മക്കളെ പോലെയും സഹോദരങ്ങളെ പോലെയും കൂടെ താമസിപ്പിക്കാൻ പറ്റിയവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചോണ്ട് വന്നാ താമസിപ്പിക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു. ശരിയായിരിക്കും, ഞാൻ മറന്നു കാണും. ഇവരെന്റെ വളരെ അടുത്ത രണ്ട് സുഹൃത്തുക്കളാണ്. നല്ലവരും വിദ്യാഭ്യാസമുള്ളവരും കുടുംബത്തിൽ പറഞ്ഞവരും. പേര് തുളസിദാസ്. പിന്നെ നാട്ടുകാരെ വിളിക്കുന്നത് അതും അത് നീ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിലെ സെയിൽസ്മാൻ. ഞാൻ ആർട്ടിസ്റ്റാ. അയ്യോ, ഹാർട്ടിന് എന്ത് പറ്റി? കലാകാരനാണെന്ന് പറഞ്ഞതാ. ആർട്ടിസ്റ്റ് അല്ല. ഞാനിവിടെ അറിയപ്പെടുന്ന ബാലെ ട്രൂപ്പിലെ പ്രധാന നടനാ. ഞങ്ങളുടെ പുതിയ ബാലയുടെ പേരാണ് ഗജവേദന. അത് കൊള്ളാം. കലാകാരന്മാരോട് എനിക്ക് പണ്ടേ വളരെ ബഹുമാനവും ഇഷ്ടവുമാണ്. എന്നെ ബഹുമാനിക്കുന്നവരെ അതിനേക്കാൾ ബഹുമാനവും ഇഷ്ടവുമാണ്. കൊള്ളാം. തുളസിയുടെ ഹ്യൂമർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. വരുമ്പോ ഫാമിലി ആയിട്ട് വേണം വരാൻ. രണ്ടുപേരും മാരീഡ് അല്ലേ? അല്ലേ? അല്ല എന്നല്ല പറഞ്ഞത്. അല്ലലില്ലാത്ത ജീവിതം അവര് നേരത്തെ കെട്ടിപ്പെടുത്തി എന്നാ ഉദ്ദേശിച്ചത്. അങ്ങനെയല്ലല്ലോ ഇയാള് പറഞ്ഞത്. ഇയാള് ധരിച്ചത് തെറ്റാ. അങ്ങനെ ധരിച്ചതല്ല എന്നൊന്നുകൂടെ പറയും. അലമ്പല്ലാത്തൊരു പെണ്ണിനെ ഞാൻ നേരത്തെ മാരേജ് ചെയ്തു എന്ന് പറയാൻ വന്നതാ. സമൂഹത്തിൽ അറിയപ്പെടുന്ന നിലയും വിലയും ഉള്ള ഒരാള് നിങ്ങളെ ശരിക്കൊന്ന് റെക്കമെൻഡ് ചെയ്യണം. മനസ്സിലായില്ലേ? വേറൊന്നും കൊണ്ടല്ല, ഈ വസുന്ധരാ മന്ദിരത്തിൽ എന്റെ ബന്ധുക്കളായിട്ടാണ് നിങ്ങൾ ഇവിടെ താമസിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും നിങ്ങൾ അർഹരാണ് ഞങ്ങൾ എന്ന് മാഡത്തിന് തോന്നിക്കണം. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല. അത് തന്നെ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം.